40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ക്ഷീണമാണോ? നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ചില പേഷ്യൻസ് നമ്മളോട് ഇങ്ങനെ പറയുന്നത് 40 വയസ്സ് വരെ ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല, നല്ല എനർജറ്റിക് ആയിരുന്നു, പക്ഷെ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ക്ഷീണമാണോ ഡോക്ടറെ, എന്താണത് ചെയ്യുക, എന്തോ വേറെ എന്തെങ്കിലും അസുഖങ്ങളാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ 40 വയസ്സിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമല്ല അത്. പ്രധാനമായിട്ടും നമ്മൾ ജീവിതത്തിൻ്റെ കുറേ തിരക്കുകളിലും ഒക്കെ പെട്ട് കഴിയുമ്പോഴത്തേക്ക് ടെൻഷനും സ്ട്രെസ്സും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം കൊണ്ട് വരുന്ന കുറേ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ക്ഷീണം ഉണ്ടാക്കുന്നത്. 40, 50, 60 വയസ്സൊരു പ്രശ്നമല്ല. നമ്മുടെ ശരീരവും മനസ്സും ആരോഗ്യത്തോടെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വയസ്സൊരു പ്രശ്നമല്ല. അപ്പം 40 വയസ്സ് കഴിഞ്ഞ് ക്ഷീണം പറയുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതിന് പ്രധാനമായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ 40 വയസ്സുകാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെരിമെനപ്പോസൽ ടൈമും കൂടിയാണ്. അതിലൊരു സ്ത്രീകളിൽ പ്രധാനമായിട്ടും ഈ നമ്മുടെ പീരീഡ്സ് നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഹോർമോൺ ചേഞ്ചസ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ഷീണം, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഏറ്റവും കോമൺ ഈ ആണായാലും പെണ്ണായാലും ഈ സമയത്ത് കാണപ്പെടുന്നതിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, വൈറ്റമിൻ D ഡെഫിഷ്യൻസി, പിന്നെ രക്തക്കുറവ്. ഇപ്പോൾ ലേഡീസിൽ രക്തക്കുറവ് ഭയങ്കര കോമൺ ആണ്. പിന്നെ അതുപോലെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ്, ടെൻഷൻ, ഉറക്കമില്ലായ്മ, സമയത്തിന് ഉറങ്ങൂല. എല്ലാവരും ഇപ്പോൾ എല്ലാവരും കുട്ടികളായിരുന്നു നേരത്തെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്, എപ്പോഴും മൊബൈലാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് പേഷ്യൻസിനോടൊക്കെ ചോദിച്ചറിയാം, നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും 10-11 മണിയാകുമ്പോൾ കിടക്കും ഡോക്ടർ, പക്ഷേ ഫോണും റീലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോൾ 1 മണി 2 മണിയൊക്കെ ആവും. അപ്പോൾ ഈ ഉറക്കമൊക്കെ ശരിയാവാതിരുന്നാലും ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന നമ്മുടെ സ്ട്രെസ് ഹോർമോണൊക്കെ കൂടി അതും നമുക്ക് വല്ലാണ്ട് ക്ഷീണം, ലതാർജി എന്നൊക്കെ പറയുന്ന അവസ്ഥകളുണ്ടാകും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ രക്തക്കുറവ്, വൈറ്റമിൻ D ഡെഫിഷ്യൻസി, B12 ഡെഫിഷ്യൻസി, തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തോളൂ. എന്നിട്ട് അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള സപ്ലിമെൻറ്റ് കഴിക്കുകയോ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു പഴയ പ്രസരിപ്പ് വരാം. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളൊരു 6 മാസത്തിനിടയ്ക്കെങ്കിലും ചെയ്തവരുണ്ടോ, ടെസ്റ്റ് ചെയ്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ.